തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ശ്രീജിത്ത് PC ആണ്. എപ്പോഴെങ്കിലും സാറിന് ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ദന്താരോഗ്യത്തിന്റെ സംബന്ധിച്ച് അല്ലെങ്കിൽ വായിനകത്തുള്ള ആരോഗ്യം സംബന്ധിച്ച് വളരെയധികം മോശമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നു? അവര് ആ ഒരു കാര്യത്തിൽ ഒരു വിമുഖത, അതല്ലെങ്കിൽ വായി ശുചിയാക്കിയും ക്ലീനാക്കിയും ഹെൽത്തി ആയിട്ടും വച്ചേക്കാനുള്ള ഒരു വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. പലപ്പോഴും ഈ പറഞ്ഞ പോലെ രാവിലെ എല്ലാവരും ബ്രഷ് ചെയ്യും. കാരണം ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മറ്റോ പോകുമ്പോൾ മറ്റുള്ളവർ അഭിമുഖീകരിക്കുമ്പോൾ വായുനാറ്റം ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ രാവിലെ എല്ലാ മലയാളികളും പൊതുവെ രാവിലെ ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ മുതിർന്നവർ പോലും ഈ രാത്രി ബ്രഷ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് രാത്രി ബ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് വായിൽ കൂടുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉമിനീരിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ ഈ സമയത്താണ് ബാക്ടീരിയ കൂടുതൽ വായിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ രാത്രി ബ്രഷ് ചെയ്യുക, രാത്രി കിടക്കുന്നതിന് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ളത്. അപ്പൊ അത് പലരും ചെയ്യാറില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന മലയാളികളുടെ ദന്താരോഗ്യം. അതുപോലെ തന്നെ എല്ലാ മലയാളികളും രാവിലെ ബ്രഷ് ചെയ്യാറുണ്ട്. പക്ഷെ വൈകുന്നേരം രാത്രി പലരും ബ്രഷ് ചെയ്യാറില്ല. അപ്പൊ അത് കാരണം രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പലരുടെയും ദന്താരോഗ്യം മോശമാണ്. പലരുടെയും പല്ലുകൾ നേരത്തെ നഷ്ടപ്പെടുന്നു. മോണപ്പഴുപ്പും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിൽ മോണപ്പഴുപ്പ് വരുന്നു. അങ്ങനെ നമുക്ക് മലയാളികളുടെ ദന്താരോഗ്യത്തെ പറ്റി കുറച്ചുകൂടെ ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് തോന്നുന്നു. സാർ, നമുക്കറിയാം ഈ വായ്ക്കകത്തുള്ള അല്ലെങ്കിൽ വദനാരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ചെറിയ നെഞ്ചിനൊരു വേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹാർട്ട് പ്രിവെന്റീവ് ആൻഡ് ഹൃദയാരോഗ്യം പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BP ഉണ്ടെങ്കിൽ അത് കുറച്ച് വെക്കുക, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കുക, ഈവൻ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ചത് വളരെയധികം കൺട്രോൾ ചെയ്ത് പോകുക, ഭക്ഷണത്തിൽ നല്ല ശീലങ്ങൾ വയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയാരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. പലപ്പോഴും വായുടെ കാര്യത്തിനകത്ത് ആ ഒരു നെഗ്ലിജൻസ് നമ്മൾ കാണിക്കാറുമുണ്ട്. അപ്പോൾ വായിലെ ഹെൽത്ത് അല്ലെങ്കിൽ വദനാരോഗ്യത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മറ്റുള്ള അവയവങ്ങളെയും ശരീരഭാഗങ്ങളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാർക്കും അത്തരത്തിൽ അല്ലെങ്കിൽ വായ്ക്കകത്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ വായ്ക്കകത്ത് തന്നെ അത് ഒതുങ്ങും എന്നുള്ളൊരു ധാരണയാണ്. അല്ല, വായുടെ ആരോഗ്യം ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ ആരോഗ്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടു. ഇത് പലർക്കും അറിഞ്ഞൂടാത്ത ഒരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ വായിലുള്ള ബാക്ടീരിയ, വായിലുള്ള മോണപ്പഴുപ്പിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പല്ലിൽ പോളുണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പൊ ഈ ബാക്ടീരിയ തന്നെയാണ് രക്തത്തിൽ പ്രവേശിച്ചിട്ട് അത് ഹൃദയത്തിലേക്ക് പോവുകയും അവിടെയുള്ള കൊറോണറി ആർട്ടറിയിൽ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കുകയും അത് ഹൃദ്രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നത് ഈ വായ്ക്കകത്തുള്ള ബാക്ടീരിയ തന്നെയാണ്, പ്രധാന ഒരു ബാക്ടീരിയ. അപ്പൊ അങ്ങനെ പല ഇത് വരാം. പക്ഷെ ഈ ബാക്ടീരിയ അപ്പൊ വായിൽ നിന്നുള്ള മുറിവുകൾ ഉണ്ടാകുകയാണെങ്കിൽ, പല്ലിൽ പോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണപ്പഴുപ്പുണ്ടെങ്കിൽ അത് രക്തത്തിൽ കൂടെ പ്രവേശിച്ച് ഹൃദയത്തിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. അപ്പൊ വായിലെ ബാക്ടീരിയ കുറയ്ക്കുക അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡാമേജിംഗ് ആയിട്ടുള്ള വായിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറയ്ക്കുക, പല്ലിൽ പോടുകളുണ്ടെങ്കിൽ അത് ശരിയായ സമയത്ത് ചികിത്സിക്കുക, അല്ലെങ്കിൽ പോട് വരാതെ നോക്കുക, മോണപ്പഴുപ്പ് വരികയാണെങ്കിൽ അത് കൃത്യസമയത്ത് അത് ചികിത്സിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വഴി നമുക്ക് ഹൃദയത്തിൽ ഒരു ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പൊ പലർക്കും പറഞ്ഞുകൂടാത്ത ഒരു വസ്തുതയാണ്. അപ്പൊ അത് മാത്രമല്ല, ഇത് വേറെയും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ പല്ലുകൾ പോവുകയാണെങ്കിൽ, പല്ലുകൾ നഷ്ടപ്പെടുന്നവരിൽ പല്ല് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതായത് നാരുകളുള്ള ഭക്ഷണം നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനെയൊക്കെയുള്ള ആഹാരത്തിലേക്ക് കൂടുതൽ പോവുകയും അത് ഹൃദയരോഗത്തിന് കാരണമാകുകയും ചെയ്തു. അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ തെളിയിക്കുന്നത് പല്ലുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച്, അതായത് പല്ലുകൾ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അത് കാരണം ഈ ഭക്ഷണത്തിൽ വരുന്ന ഈ ഒരു ചേഞ്ച് കാരണമാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ പ്രതിയായിരിക്കും പല്ലുകൾ പോകുമ്പോൾ ആഹാരം കുറച്ചായിരിക്കും കഴിയുന്നത്, അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യത കുറയുന്നു. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് വരുന്നത്. പല്ലുകളുടെ നഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പല്ലുകളുടെ എണ്ണം കുറവ് വരുവാണെങ്കിൽ നേരെ ആഹാരം ചവച്ചരച്ച് കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്തത്.